ഈ ഒരു പെൺകുട്ടി ഒരു ദിവസം ഫിഷിങ്ങിന് പോയ സമയത്ത് അവിടെ വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫിഷിനെ കിട്ടാണ്. അതിന്റെ തലയാണെന്നുണ്ടെങ്കിൽ ഷാർക്കും അതുപോലെ തന്നെ ഉടലാണെന്നുണ്ടെങ്കിൽ നീരാളിയതുമാണ്. അങ്ങനെ അതിനെ അവളൊരു പെറ്റായിട്ട് വളർത്താൻ നിർത്തുകയാണ്. ഒരാഴ്ച കൊണ്ട് തന്നെ വലിയൊരു അജാനഭാവമായിട്ടുള്ള സാധനമായിട്ട് മാറുകയാണ്. ഏതൊരു നീരാളി ഷാർക്കും ചെറുതായിട്ടൊന്ന് പറ്റിച്ചതാണ് ഇതിന് കാരണം. അങ്ങനെ വളരെ ഷാർപ്പായുള്ള ഒരു 8 കാലുകളും അതുപോലെ തന്നെ അതിനാണെങ്കിൽ അവൾ ഒരുപാട് തരത്തിൽ ട്രെയിൻ ചെയ്തിട്ട് വളരെയധികം ട്രെയിനഡ് ആയിട്ടുള്ള ഒരു ജീവിയായിട്ട് മാറ്റുകയാണ്. അതിന് വളരെ വിചിത്രമായിട്ടുള്ള കഴിവുണ്ടായതുകൊണ്ട് തന്നെ അതിന് വായിക്കാൻ വരെ, അതായത് എന്ത് ഏത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ ഉടമ ഉണ്ടല്ലോ, അതായത് ഈ ഒരു സ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഒരു വാട്ടർ പാർക്കിലാണ്. അങ്ങനെ അതിന്റെ ഉടമയും അവിടെ വൈഫും ആ വൈഫിന് വേണ്ടിയിട്ട് ആ ജീവനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഉടമ വന്ന് കാണും. വൈഫ് അത് കേൾക്കുന്നതിന്റെ മുമ്പ് തന്നെ അതിലോട്ട് കാലിടുക. പെട്ടെന്ന് ആ ഷാർക്കിന്റെ 8 കൂർത്ത കാലുണ്ടല്ലോ, അതിന് 2 കൂർത്ത കാല് ഇപ്പുറത്തു കൂടി അപ്പുറത്തു കൂടി മുന്നോട്ട് വരും. പക്ഷെ ആ ഒരു ജീവി ആ ചേച്ചിനെ ഒന്നും കാട്ടിയിരുന്നില്ല. വെറുതെ ഒരു മസാജ് കൊടുത്തിട്ട് അത് അതിന്റെ പാട് നോക്കിയിട്ട് താഴത്തേട്ട് തന്നെ പോവാം. പക്ഷെ ആ ഒരു ഉടമക്ക് ആ ഷാർക്ക് വളരെയധികം അപകടകാരിയാണെന്നാണ് ഫീൽ ആയത്. അതുകൊണ്ട് തന്നെ അതിന് പിടിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരാളെ കൊണ്ടുവരണം. സത്യം പറഞ്ഞാല് പിടിക്കാൻ വേണ്ടിയിട്ടല്ല, അതിനയാൾ മറിച്ചു വിറ്റിക്കാണ്. പെട്ടെന്ന് ആ സ്രാവ് വളർന്നു നിന്ന് പൊന്തി വന്നങ്ങാണ്ട് ഇവർക്ക് നേരെ അകരാണ്. അപ്പോഴേക്കും ആ പുതിയ ചെക്കണ്ടല്ലോ അതിന് അണ്ണാക്കിലോട്ട് തന്നെ ഒരു വെടിവെക്കാണ്. അതാണെങ്കിലോ ഒരു മയക്ക് വെടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് മയങ്ങി വീഴാണ്. ഈ കണ്ട കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടാണ് അവിടേക്ക് മറ്റേ പെണ്ണുമ്പോഴുണ്ടല്ലോ ഈ ഷാർക്കിനെ ആദ്യം കണ്ടുപിടിച്ച് അവൾ അങ്ങോട്ട് വരിക. അവൾക്ക് അതിനെ റിസർച്ചുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും ആഗ്രഹമല്ല.